Hi friends, ഇന്ന് അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ നമുക്കൊരു 2 ടയർ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ എല്ലാം തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടയർ കേക്ക് വന്നിട്ടുള്ളത് 2 kgയിലാണ്. 8 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വേഫർ ബട്ടർഫ്ലൈ ആണ് വെച്ചിട്ടുള്ളത്. അത് ഡെലിവറി ടൈമിൽ മാത്രമേ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബീഡ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ വെച്ചു. പിന്നെ ടോപ്പിലായിട്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ടൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം ഒരു 10 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടോൾ കേക്ക് വന്നിട്ടുള്ളത്. ഇത് സിമ്പിൾ ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ബോൾസും പിന്നെ ഒരു യൂണിക്കോണിനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡെക്കറേഷൻ എല്ലാം തലേ ദിവസം ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് മാത്രമേ അന്ന് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ആക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഒരു വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലാവൻഡർ കളറും അതുപോലെ ഒരു പിസ്ത ഗ്രീനും കൂടിയാണ് വന്നിട്ടുള്ളത്, മിക്സ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടി ഡ്രസ്സ് മിക്സ്ഡ് ആയിട്ടാണ് കളർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു അടപ്രഥമൻ ഡ്രീം കേക്കും പിന്നെ ഒരു ടെൻഡർ കോക്കനട്ടുമാണ്. അപ്പോൾ അതും അന്നത്തെ ദിവസത്തെ വർക്കുകൾ ഇതായിരുന്നു കേട്ടോ രാവിലത്തത്. അപ്പോൾ അതെല്ലാം തലേ ദിവസം ചെയ്തു വെച്ചുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിൽ ഉമ്മ ഇപ്പം ഉള്ളതുകൊണ്ട് തന്നെ അന്ന് അവർ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലത്തെ ജോലിയൊക്കെ കുറേയൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കുറച്ച് കൂടുതൽ വർക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ക്രം കോട്ടിങ് ചെയ്യാനുള്ളത് പിന്നെ നൈറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തെ രാവിലെ മുതൽ പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഫിഷെല്ലാം വാങ്ങിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ ലേലം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബോട്ടിൽ ഇങ്ങനെ കൊടുന്ന് ഇറക്കണ മീൻ നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. പിന്നെ റേറ്റും ഒരുപാട് കുറവായിരിക്കും. അങ്ങോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഫിഷ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്കില്ല. ഇനി വീട്ടിൽ പോയിട്ട് സാവകാശം ക്രം കോട്ടിങ് ചെയ്ത് വെക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് ടൈമൊക്കെ ഓരോ ആവശ്യങ്ങളായിട്ട് ചിലവാക്കിയതിൻ്റെ ശേഷം രാത്രി അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലൊരാൾ ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സഹായമായിരിക്കും കേട്ടോ. അപ്പോൾ കിച്ചണിലത്തെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേക്കും കിച്ചണിലത്തെ ജോലിയും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോൾ അതൊരു ഭയങ്കര ഹെൽപ്പാണ്. അപ്പം ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കാൻ വരാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനൊക്കെ അപ്പോൾ കേക്കിൻ്റെ വർക്ക് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലൊക്കെ അമ്മ ചെയ്തോളും. അങ്ങനെ ഇപ്പോൾ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് പിന്നെ രാവിലെ ബാക്കിയുള്ള വർക്ക് ചെയ്യാമെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണുള്ളൂ. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റണില്ല കേട്ടോ, നിൽക്കണില്ല. കാരണം രാവിലെ ഇതേപോലെ പരന്നെടുക്കാനുള്ളതാണ്. പിന്നെ പിറ്റേ ദിവസം കൊടുക്കാനുള്ള കുറച്ച് വെഡ്ഡിങ് കേക്കൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സ്പഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തലേ ദിവസത്തെ പോലെ തന്നെ 8 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടോൾ കേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടിങ് ആദ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ടോൾ കേക്ക് വന്നിട്ടുള്ളത്. ഇത് 1 kg ആണ് വന്നിട്ടുള്ളത്. 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഫ്ലവർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോണറ്റെല്ലാം തലേ ദിവസം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കപ്പ് കേക്കുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 6 കപ്പ് കേക്കും 6 ഡോണറ്റുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടോൾ കേക്കും. അപ്പോൾ ഇതിൽ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സുമാണ്. അപ്പോൾ ഞാൻ വീഡിയോ വ്ളോഗെല്ലാം ചെയ്യണ സമയത്ത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെയിൽ തട്ടാൻ ഞാൻ കേട് വരില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വെയിൽ ഇതിനകത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം പ്ലാന്റ്സ് എല്ലാം ഞാൻ ഒന്നും കൂടി വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെഡ്ഡിങ് കേക്ക് ഉണ്ട്, അത് ക്രം കോട്ടിങ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അന്ന് കൊടുക്കാനുള്ള കേക്കുകൾ ഫൈനൽ കോട്ടിങ്ങും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. പിന്നെ ഫോണ്ടൻ വർക്കുള്ളൊരു കേക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബേബി ഗേളിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ആണുള്ളത്. അതെല്ലാം ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അന്നത്തെ ദിവസം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു 1.5 കിലോ വന്നിട്ടുള്ള കേക്കാണ്.
അപ്പോൾ അതിന് താഴെ ഭാഗത്തായിട്ട് 5 ഇഞ്ചിലും 7 ഇഞ്ചിലും മുകളിലായിട്ട് 5 ഇഞ്ചിലും അല്ലെങ്കിൽ 4 ഇഞ്ചിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഡെലിവറിക്ക് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ഒരു 2 മണിക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നതാണ് ഈ ഒരു ഹാഫ് ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഇതിനും തന്നെ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫോണ്ടൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും വെയിലത്ത് വെച്ചിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ കേക്ക് പോപ്സും സിക്കിളും ഡോണട്ടില്ല കേട്ടോ, പോപ്സും സിക്കിളും കപ്പ് കേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതും തലേ ദിവസം ചെയ്യണതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഡെലിവറി ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയൊരു കല്യാണം ഉണ്ട്. അപ്പോൾ മക്കളെ കല്യാണത്തിന് വിടുന്നുണ്ട്, അതുപോലെ ഹസ്ബൻഡും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകാൻ ടൈമിലാണ് മോനെ ഇതുപോലെ ഡ്രസ്സ് ബട്ടൺ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ പിന്നെ അത് ആ ഒരു വർക്കിനിടക്ക് അതെല്ലാം അവിടെ വെച്ചിട്ട് അവൻ്റെ കാര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം നമ്മൾ കേക്ക് വർക്ക് മാത്രമായിട്ട് നിൽക്കില്ല, അതിനിടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ റെയിൻബോ തീം, ഇതൊരു ക്യാൻഡി തീമിലാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ട്വിൻസിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ 2 കേക്കും ഒരേപോലെ ചെയ്തിട്ട് ഒരു റെയിൻബോ ആണ് ഇതിനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡോണറ്റും സാധനങ്ങളും കപ്പ് കേക്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേയൊക്കെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ്, കുറച്ചൊക്കെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ആണ്. പിന്നെ ഡോണറ്റും കാര്യങ്ങളെല്ലാം റിയൽ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വർക്ക് വരുമ്പോൾ അങ്ങോട്ട് കൊടുത്ത് വിട്ടാൽ മതി. പിന്നെ ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനി ഡാമേജ് ആവുമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. കാരണം പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ചതാണ്, കേക്ക് ബേസും വന്ന് അങ്ങോട്ട് തെന്നി പോയിട്ടോ. അങ്ങനെ ഇത് ഡിക്കിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഡൗട്ട് തോന്നി നോക്കിയപ്പോൾ സംഭവം പണി വാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ പോയത് നന്നായി എന്ന് അപ്പോൾ തോന്നിയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇത് ഏതായാലും റെഡിയാക്കി എടുക്കണം. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പൊന്നുമില്ല ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു മാളിൽ കയറിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ടാണ് പിന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സംഭവം നമുക്ക് കേക്ക് ഒന്ന് ഫ്രണ്ടിൽ കൊണ്ട് നീക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കേക്കിന് ഒരു ശരിവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ മാളിൽ സാധനമൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവരെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അവിടെ തിരക്കായിരുന്നു. അപ്പോൾ ആ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് വിട്ട് തരുമോ എന്നുള്ളത്. പക്ഷെ അവരെന്തോ തിരക്കിപ്പെട്ടിട്ട് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാനും അത് ചോദിക്കാൻ വിട്ടുപോയിട്ടാണ്. കാരണം ഈ ഒരു സംഭവം എല്ലാം കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ടൈമിൻ്റെ പ്രോബ്ലം കാരണം കുറച്ച് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെയിൻബോ ആ സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റെയിൻബോ അതിൽ വെച്ച് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം സെയിം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. പിന്നെ എല്ലാം ഓക്കെ ആവണ ദിവസങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. ഈ ചില ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ, അതിൽ പെട്ടിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് തള്ളി മാറ്റാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഡെക്കറേഷൻസും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിലുള്ള ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങൾക്ക് കേക്കിൻ്റെത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താലേ ഞങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റോറി ആയിട്ട് പുതിയ പുതിയ കേക്കിൻ്റെ ഫോട്ടോസ് എല്ലാം വെക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്